ഞാൻ 1980 മാറിവാനസ് കോളേജിലെ ലെക്ചറായിരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി. അവിടെ പുനർജന്മം കണ്ടെത്തുന്ന സംവിധാനമുണ്ടെന്നുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്ന ഒരാൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് പക്ഷേ ഈ ജാതകം എന്നിവയിൽ അന്ന് ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഞാൻ ആ സ്ഥലത്ത് പോയത്. അന്ന് ശ്രീധര പണിക്കർ എന്ന ഒരാളാണ് അവിടെ ഉള്ളത്. ഞാൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അവിടെ പറഞ്ഞില്ല. പക്ഷേ ശ്രീധര പണിക്കർ ഇറങ്ങി വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, തെക്കിൽ നിന്ന് വരികയാണല്ലേ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം. എന്നോട് കയറിയിരിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഞാനൊന്നും പറയാതെ തന്നെ ഞാൻ തെക്കിൽ നിന്നാണ് വരുന്നത്, കോളേജിൽ ലെക്ചറാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാശിപ്പലകയിൽ ഞാനൊരു നാണയം വച്ചു. അതിനുശേഷം അദ്ദേഹം ഭൃഗുസംഹിത തുറന്നു. 4500 വർഷം മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ഭൃഗുമുനി. അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു. അവർ അത് 100 വർഷങ്ങൾക്ക് മുൻപ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകൾക്ക് അത് അയച്ചു കൊടുത്തു. അതിലെ എൻ്റെ ഭാഗം തുറന്ന ശേഷം അദ്ദേഹം നോക്കിയിട്ട് ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ ഉള്ളവരെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. രാജാവിനെ ധിക്കരിച്ചതിനെ തുടർന്ന് രാജാവ് അങ്ങയെ കുളത്തിൽ മുക്കിക്കൊന്ന ശേഷം ശരീരം അച്ചൻകോവിൽ ആറ്റിൽ എറിഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് ഈ ജന്മം അങ്ങ് ആറിൻ്റെ അങ്ങേക്കരയിൽ ജനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് ഈ ജന്മത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു. മുൻ ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബിൻ്റെ വളരെ വിവാദമായ ഒരു അഭിമുഖത്തിലെ കുറച്ചു ഭാഗങ്ങളാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായും ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു അമ്പരപ്പുണ്ടാവും. പുള്ളി കേരള പോലീസ് സർവീസിൽ DGP റാങ്കിലെത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പുനർജന്മത്തെക്കുറിച്ചും താൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഞെട്ടൽ നമുക്കുണ്ടാകും. ആ ഞെട്ടൽ പരിണമിച്ച് വിമർശനങ്ങളായും ട്രോളുകളുമായൊക്കെ മുന്നോട്ട് പോകും. സ്വാഭാവികമായും അദ്ദേഹം ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലോ മറ്റോ പങ്കെടുക്കുന്നത് കണ്ടാൽ അത്ര കാര്യഗൗരവമായി ആ ചാനൽ ചർച്ച കാണാനും പലരും ശ്രമിക്കാറില്ല. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ വ്യത്യസ്തനായ ഒരു അലക്സാണ്ടർ ജേക്കബിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളുടെ വസ്തുത ലക്ഷക്കണക്കിന് ഭക്തർക്ക് മനസ്സിലാകുന്ന വിധം അതിൻ്റെ എല്ലാ രാഷ്ട്രീയ അജണ്ടകളെയും പൊളിച്ചടുക്കിക്കൊണ്ട് അലക്സാണ്ടർ ജേക്കബ് സംസാരിച്ച 8 മിനിറ്റുകൾ ഈ വിഷയത്തിൽ കേട്ട കാര്യങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് ഉറപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഈ കൂട്ടത്തിൽ വിഷയത്തെ തുടക്കം മുതൽ രാഷ്ട്രീയവൽക്കരിച്ച് വിവാദമാക്കാൻ നോക്കിയ മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാടിനും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത RSS നേതാവ് വത്സൻ തില്ലങ്കരിക്കും കോൺഗ്രസ് പ്രതിനിധിക്കും ഒരുപോലെ ഉത്തരമുട്ടിയ വസ്തുതകളായിരുന്നു തൻ്റെ ഭാഗം സംസാരിച്ചപ്പോൾ അലക്സാണ്ടർ ജേക്കബ് നിരത്തിവച്ചത്. ആ ചർച്ച കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പൊതുവെ എന്തു പറഞ്ഞാലും ചാടിക്കടിക്കാൻ വരാറുള്ള വത്സൻ തില്ലങ്കരി അനങ്ങിയിട്ടില്ല. എപ്പോഴും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്ന സ്മൃതി പരുത്തിക്കാട് പലതവണ വിഷയം മാറ്റി രക്ഷപ്പെടാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല. അത്ര പെർഫെക്റ്റ് സാധനമായിരുന്നു അലക്സാണ്ടർ ജേക്കബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇവിടെ രക്ഷപ്പെട്ടത് CPM ആണ്. കാരണം കോൺഗ്രസ്സുകാരും BJPക്കാരും ഇദ്ദേഹത്തെ ഒരിക്കലും കമ്മിയെന്ന് ചാപ്പ കുത്തില്ല. അവിടുത്തെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പ്രത്യേക നിയന്ത്രണമൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു വാദം എത്രത്തോളം ശരിയാണ്? ആ നിയന്ത്രണം കൃത്യമായി അല്ലാത്തതുകൊണ്ടാണല്ലോ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. അവിടെ 80 പേരെ 1 മിനിറ്റിൽ കടത്തിവിടുക എന്നുള്ളത് അത് ശരിയായ രീതിയാണെന്ന് കോടതി പോലും ചോദിക്കുകയാണ്. അത്ര വേഗത്തിൽ കടത്തിവിട്ടാലേ ബാക്കിയുള്ളവരെ പിന്നീട് വിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു വേഗത്തിലുള്ള നടപടിയായി ദർശനം നടത്തുക എന്നുള്ളതല്ല കോടതി പറഞ്ഞത്. എണ്ണമല്ല നോക്കേണ്ടത്, അവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടോ എന്നതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ എണ്ണക്കണക്കിൽ സർക്കാരും ദേവസ്വം ബോർഡ് ഒരു പ്രധാന ശ്രദ്ധ കൊടുക്കുന്നത്? എനിക്കൊരു രാഷ്ട്രീയവുമില്ല, നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ്, കേൾക്കണം. ഞാൻ 3 കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് 2 വർഷവും 1 വർഷം പമ്പയിലും. സന്നിധാനത്തിൽ 18-ാം പടിക്ക് വീതി കുറവാണ്, സ്റ്റീപ്പാണ്. പ്രസിഡന്റ് ദ്രൗപദി മുമ്പ് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ? അവിടെ പതുക്കെ ഒരു ഭക്തന് കയറാൻ പറ്റുള്ളൂ. 2 സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ച് കയറ്റുകയാണ്.
അവിടെ 18ാം പടിയുടെ 2 സൈഡിലായിട്ട് 36 പോലീസുകാരുണ്ട്. അവരൊരു 4 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലും ഒക്കെ വേദനയാണ്. പിന്നെ അവർ 5-8 മണിക്കൂർ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് അവിടെ 50 പേരെ കയറാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും 55,000 60,000 പേരിൽ കൂടുതൽ ശബരിമലയിൽ 18ാം പടി കയറാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഒരു ദിവസം 90,000 1 ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത്. ആ 1 ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിൻ്റെ സുത്രഹ്യമായ കഴിവാണ്. ശ്രീജിത്ത് ആ ശബരിമല പല വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ ആരും മരിക്കാതെ രക്ഷപ്പെട്ടത്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 50,000 പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ 60 ദിവസത്തെ ശബരിമല പീരീഡ് കഴിയുമ്പോൾ ഒരു വർഷം 30 ലക്ഷം പേരെ മല കയറാൻ പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം 1.25 കോടി ആളുകളവിടെ വന്നു. അപ്പോൾ 50 പേരെ മാത്രം കയറ്റി വിട്ടാൽ മതിയെന്ന് ഹൈക്കോടതി പറയുന്നങ്ങ് സ്വീകരിച്ചാൽ ഈ 30 ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി 90 ലക്ഷം പേര് എന്ത് ചെയ്യണം? അവർ ശബരിമലയ്ക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? വരണ്ടെന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ 100 പേർക്ക് ഒരു പോലീസുകാർ വെച്ച് കൊടുത്താൽ 1 ലക്ഷം പേരെ മാനേജ് ചെയ്യണമെങ്കിൽ 1000 പോലീസുകാർ വേണം. ആ 1000 പോലീസുകാരെ ഒരേ സമയം 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റിയില്ല. ഷിഫ്റ്റായിട്ടേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശരിക്കും ജോലി വേണമെങ്കിൽ 2000 പോലീസുകാർ വേണം. SCRF അവിടെ 150 പോലീസ് എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ 2000 പോലീസുകാർ അവിടെ ചെന്നാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ കൂടുതൽ പോലീസുകാർ അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റിയല്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ 1 ലക്ഷം വന്നുള്ളൂ. മകരവിളക്കിന് 6 ലക്ഷം പേരാണ് അവിടെ വരുന്നത്. ഈ 6 ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ കണക്കനുസരിച്ച് നോക്കിയാൽ 10-12,000 പോലീസ് വേണം. എവിടുന്ന് കൊണ്ടുവരും ഈ പോലീസിനെ? എങ്ങനെ അവരവിടെ എവിടെ താമസിക്കും? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? ഒരു സ്ഥലവുമില്ല. ആ 18ാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും. പക്ഷെ തൊട്ടു പോരുമെന്ന് വാണിങ്ങാണ്. കാരണം ആചാരപ്രകാരം അത്ര വീതി പാടുള്ളൂ. എവിടെയാണ് ഇത് എഴുതി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ആചാരം. ആ 18ാം പടിയുടെ വീതി കൂട്ടിയാൽ കുറച്ച് കൂടെ കയറാൻ പറ്റും. അത് സമ്മതിക്കുകയില്ല. ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അവിടെ ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി അവിടെ വന്ന് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ വീതി കൂട്ടണം. ഒരു രീതിയിലും വനം സ്ഥലം തരത്തില്ല. എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് പോകാനൊരു വഴി ഉണ്ടാക്കണമെങ്കിൽ 100 ഏക്കർ വനം വേണം. ആ 100 ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകത്തിൽ ഭരിച്ചു. പക്ഷേ ലോകത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ ആ 100 ഏക്കറിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും ആ 100 ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ റോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി ശൗചാലയം വേണം. ഇപ്പോൾ 500 ശൗചാലയം ഇവിടെ ഉണ്ട്. 1 ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു 2000-2000 ശൗചാലയം വേണം. ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം ചോദിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയില്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകർ ഭരിച്ചു. ഒരു കാരണവശാലും ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം കൊടുക്കുകയില്ല. 25 കോട്ടയം SP ആയിട്ട് ഞാനിരുന്ന കാലം തൊട്ട് എല്ലാ വർഷവും അഭ്യർത്ഥന അയക്കും. സ്ഥലം കൊടുക്കുകയില്ല. വെള്ളം അവിടെ ഒരു കുപ്പി വെള്ളത്തിന് 30 രൂപ വെച്ചാൽ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ മല കയറിയാണെങ്കിൽ ഒരു ഭക്തന് 6 കുപ്പി വെള്ളം വേണം. അപ്പോൾ ഞാൻ ജയിൽ DGP ആയിരുന്നപ്പോൾ ഞങ്ങൾ 10 രൂപയ്ക്ക് വെള്ളം പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് 10 രൂപയ്ക്ക് കൊടുത്തു. ഇവിടെ മൾട്ടിനാഷണൽ കമ്പനി എല്ലാം കൂടെ എന്നെ കൊല്ലാക്കൊല്ല ചെയ്തിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ജയിൽ DGP സ്ഥാനത്ത് എന്നെ ട്രാൻസ്ഫർ ചെയ്തു അന്ന് 10 രൂപ വെച്ചിട്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവിട്ടു 12 രൂപയിൽ കൂടുതൽ വെള്ളത്തിന് വില വെക്കരുത് എന്ന്. അപ്പോൾ 30 രൂപ വെച്ച് 200 രൂപയ്ക്ക് വെള്ളവും വാങ്ങിച്ചുകൊണ്ട് ഒരാൾ മല കയറാൻ പറ്റുമോ? ഇടയ്ക്ക് വെള്ളം കിട്ടാൻ സൗകര്യമില്ല. തിരുപ്പതി മലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മീറ്റർ ഇടവിട്ട് വെള്ളം വെക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ വെള്ളം വെക്കാൻ സ്ഥലമില്ല. അപ്പം നടന്ന് കുറച്ച് വെള്ളമായിട്ട് മേളിൽ കയറി സന്നിധാനത്ത് എത്തുമ്പോഴേ ഇവൻ്റെ കയ്യിൽ വെള്ളമില്ല. പിന്നെ ദാഹിച്ച് അവനോട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞാൻ കോട്ടയം SP ആയിട്ട് സന്നിധാനം ഡ്യൂട്ടിക്ക് പോവുകയാണ്. മല കയറി പകുതി എത്തിയപ്പോൾ എൻ്റെ കൂടെ 12 പോലീസുകാരുണ്ട്. ക്യൂ അങ്ങ് ജാമായി. 12 പോലീസുകാർ പഠിച്ചവനുമായിട്ട് നോക്കിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് SP ഡ്യൂട്ടിക്ക് വന്ന SPയെ ആ ക്യൂവിൽ നിന്ന് കയറ്റി വിടാൻ പറ്റിയത്. അപ്പോൾ ഈ 12 പോലീസ് അനുഗമിക്കാത്ത ഒരു സാധാരണ ഭക്തൻ എന്ത് ചെയ്യും? അവൻ 12 മണിക്കൂർ നിൽക്കുകയാണ്. ഈ 12 മണിക്കൂർ നിന്നാൽ അവന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല. 10 മണിക്കൂർ ഞാൻ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. കോട്ടയം SP ആയിട്ട് മല കയറുകയാണ്. ജനക്കൂട്ടം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ് മൂത്രം ഒഴിക്കാൻ പറ്റാതെ. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാൻ സൗകര്യം ഉണ്ടാക്കാൻ ഒക്കത്തില്ല, കക്കൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവിടെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 40 വർഷം ഞാൻ ASP ആയ കാലം തൊട്ട് കേൾക്കുകയാണ് ചെങ്ങന്നൂർ ശബരിമല റെയിൽവേ ലൈൻ പണിയാൻ. ഒരു രക്ഷയില്ല. അതിന് സ്ഥലമെടുത്ത് കോൺഗ്രസ് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, SP ഗവൺമെൻറ് ഭരിച്ചു. ആ റെയിൽവേ ലൈൻ പണിയല്ല. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ്. ആറന്മുള എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി, അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു. കണ്ണൂർ മൃദംഗശൈലേശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ 45 കിലോമീറ്റർ പോകണം.
പക്ഷേ കണ്ണൂർ എയർപോർട്ട് ഒരു 7 കിലോമീറ്റർ അടുത്തിപ്പോൾ വന്നു. ഇപ്പോൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രം മലബാർ ദിവസത്തിലെ ഏറ്റവും വരുമാനം കിട്ടുന്ന ക്ഷേത്രമാണ്. 1 കോടി രൂപ മിച്ചമാണ് ആ ക്ഷേത്രത്തിന്. ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രക്ഷയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശബരിമല വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്. ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അവസാനം എന്ത് പറ്റി? ശബരിമല കയറാതെ ഇന്ദിരാഗാന്ധി ഭരിച്ചു. ഇന്ദിരാഗാന്ധി ശബരിമലയിൽ വന്നിങ്ങനെ ശബരിമലയിൽ കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് എന്തായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പ്രിയങ്കരിയായ ദ്രൗപദി മുർമു പ്രസിഡന്റ് അവിടെ വന്നു. ശബരിമലയ്ക്ക് ലോകം മുഴുവൻ പ്രസിദ്ധി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്ത് പറ്റി? ഹെലിപ്പാഡ് ഉണ്ടാക്കിയില്ല. ദ്രൗപദി മുർമു പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ അങ്ങ് പൊതഞ്ഞു വീല്. അത് ലോകം മുഴുവൻ പബ്ലിസിറ്റിയായി. ശബരിമലയ്ക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നതിന് പകരം കിട്ടിയത് ചീത്ത പബ്ലിസിറ്റിയാണ്. വലിയ വലിയ സ്ഥലങ്ങളിൽ റോപ്പേ ഉണ്ടാക്കും. ചടയമംഗലത്ത് ജഡായുമംഗലം പാറയുണ്ട്. ആ പാറ 1300 അടി പൊക്കമാണ്, കയറാൻ പ്രയാസം. പക്ഷേ റോപ്പേ വന്നു. റോപ്പേ വന്നപ്പോൾ 300 രൂപ കൊടുത്തിട്ട് ആളുകൾ കയറി അങ്ങ് ജഡായുവിൻ്റെ അവിടെ ചെല്ലും. ഒരു റോപ്പേ ശബരിമല ഉണ്ടാക്കാൻ നോക്കി. ഈ കൺഫ്യൂഷൻ പകുതി പോകും. ഒരു കാരണവശാലും റോപ്പേ ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. അതിനെതിരെ സമരമാണ്. ഹെലിപ്പാഡ് ഉണ്ടാക്കത്തില്ല, റോപ്പേ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, ഒരു രക്ഷയില്ല. ഇനി ഭക്തർ കയറി പോകുമ്പോൾ അവരെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ബാരിക്കേഡ് വെക്കണം. ഈ ബാരിക്കേഡ് ഭക്തർ ജമ്പ് ചെയ്യുകയാണ്. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുകയില്ല. ആകെ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ത്രിവേണി സംഗമത്തിലെ കുംഭമേള വന്നു. 360 പേര് മരിച്ചെല്ലാം കൂടി. ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നിട്ട് മേളത്തെ പാലം ഇടിഞ്ഞു വീട് 43 ചത്തു. തെലുങ്കാന ക്ഷേത്രത്തിലെ 40 പേര് മരിച്ചു. തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മീറ്റിംഗാണ്. 40,000 പേരുണ്ടായിരുന്നുള്ളതെന്ന് പറയുന്നത്. 50,000 അന്ന് കൂട്ടിക്കോ, 43 പേര് മരിച്ചു. കർണാടകത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരം സമ്മാനം കൊടുക്കാൻ ആൾ വന്നതാണ്. 60,000 പേരെ വന്നിട്ടുള്ളായിരുന്നു. 11 പേര് മരിച്ചു. അപ്പോൾ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്റ്റാമ്പീഡ് ഉണ്ടാകും, നൂറുകണക്കിന് ആളുകൾ മരിക്കും. പക്ഷേ ഇന്നലെ 1,00,000 പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ പോലീസ്, ശ്രീജിത്തും പോലീസും അത് ചെയ്തത് അതിനൊരു നന്മ പറയുകയല്ലാതെ അതിന് അപ്രീഷിയേഷൻ പറയുന്നതിന് പകരം ഇന്നലെ മുതൽ എല്ലാ ചാനലും തോപ്പം പോലീസിനെ കുറ്റം പറയാണ്, ദേവസ്വം ബോർഡിനെ കുറ്റം പറയാണ്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ആ സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ അവിടെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താം. 2011 ശബരിമലയിൽ സ്റ്റാമ്പീഡ് ഉണ്ടായത്. പുല്ലുമേട് ദുരന്തത്തിൽ 102 പേര് മരിച്ചു, 78 പേര് ബെഡ് റിഡനായി 2011. അതിനുശേഷം ശബരിമല ഇതൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ നല്ല ജോലി ചെയ്യുന്ന പോലീസുകാരെ അഭിനന്ദിക്കുക, അതാവശ്യം വിമർശിക്കാതിരിക്കുക. പിന്നെ ചാനൽ ഇങ്ങനെ 2 ദിവസം കൂടെ തുടരുകയാണെങ്കിൽ ശബരിമല വരുന്ന ഭക്തരുടെ എണ്ണം ഗണ്യമായി കുറയും. അലക്സാണ്ടർ ജേക്കബ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അവിടുത്തെ ഒരു സങ്കീർണതയും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു, ഭംഗിയായി പറഞ്ഞു. പക്ഷേ കോടതി വിമർശിക്കുന്നുണ്ടല്ലോ, ഇത്രയധികം ആളുകളെ കയറ്റിവിടുന്നത്, ഈ പറഞ്ഞതുപോലെ ഇത്രയും പോലീസുകാരെ വിന്യസിക്കുന്നതിൽ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകളെ കയറ്റിവിടുന്നതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കയറ്റിവിടാതിരുന്നുകൂടെ എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ നിന്നും 5,000 ആക്കി കുറച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ നിർദ്ദേശമാണോ? അല്ല, ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് നമ്മൾ നടപ്പാക്കിയാൽ ഒരു ദിവസം 50,000 പേരെ കയറാൻ പറ്റുള്ളൂ. 50,000 പേര് കയറിയാൽ 60 ദിവസത്തെ മണ്ഡലകാലവും മകരപൂജയും മകരവിളക്കും കഴിയുമ്പോൾ 30 ലക്ഷം പേരെ മല കയറാൻ പറ്റൂ. ബാക്കി 90 ലക്ഷം ഭക്തർ എന്ത് ചെയ്യണം? അവൻ ശബരിമല വരണ്ടേ? സൗദി അറേബ്യയിലെ കാബയ്ക്ക് പോകുന്ന സമയത്ത് ഹജ്ജിന് പോകുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അംഗങ്ങൾക്ക് മാത്രമേ സാങ്ഷൻ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിന് 11 പേർക്കോ അത്ര കാബയിലെ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. അതുപോലെ സൗദി അറേബ്യ ചെയ്യുന്ന പോലെ ഈ 90 ലക്ഷം ഭക്തർ ശബരിമല വരണ്ട. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, 90 ലക്ഷം എന്ന കണക്ക് എന്തിനാണ്? 30 ലക്ഷം മതി നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? അവർക്ക് അടുത്ത തവണ ആകാം എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ക്രമീകരണം സാധ്യമാകുമല്ലോ. ശരി, അത് ചെയ്യാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ തൻ്റെ ഇടം ഉണ്ടോ? 30 ലക്ഷം പേര് കയറിയാവുന്ന ശബരിമലയിൽ ബാക്കി 90 ലക്ഷം വരണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഗവൺമെന്റ് ധൈര്യം ഉണ്ടോ? ഹൈക്കോടതി പറയുന്നത് നടപ്പാക്കിയാൽ 30 ലക്ഷത്തിന് ശബരിമല കയറാൻ പറ്റും, ബാക്കി 90 ലക്ഷം അവിടെ ഭക്തന്മാരെ വരാൻ പറ്റിയില്ല. ശരി, അപ്പൊ കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാമല്ലോ. സർക്കാരിന്റെ തീരുമാനമായിട്ടല്ലോ, സർക്കാരിന്റെ തീരുമാനമായിട്ട് വരണ്ട, സർക്കാരിന്റെ കോടതി പറഞ്ഞാലോ? ഈ 90 ലക്ഷം ഭക്തരുടെ കോടതി പറഞ്ഞാൽ 90 ലക്ഷം വരണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തലയിലിട്ടിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയാൽ ശബരിമലയിൽ 30 ലക്ഷം വരാൻ പറ്റൂ. ശബരിമല കോടികൾ വരുന്ന ഒരു ക്ഷേത്രം അല്ലാതാവും. ശബരിമല ചിലപ്പോൾ കടത്തിലും ആവും. അതാണ് നെറ്റ് റിസൾട്ട് വരാൻ പോകുന്നത്. ശരി, ഇതിപ്പോൾ അതുകൊണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഈ 100 ഏക്കർ സ്ഥലം വനം അനുവദിച്ച് ഈ ശൗചാലയം പണിഞ്ഞ് ആ റോഡിന്റെ ഡബിൾ വേ ഉണ്ടാക്കി ചെങ്ങന്നൂർ പമ്പ വരെ റെയിൽവേ ലൈൻ പണിഞ്ഞ് അവിടെ ഒരു ഹെലിപ്പാഡ് പണിഞ്ഞ് ജനങ്ങളുടെ കയറ്റത്തിന്റെ തെല്ല് കുറയ്ക്കണം. 18 പടിക്ക് 2 രീതി കൂട്ടണം.
ഉള്ള ശൗചാലയങ്ങളിൽ 18 അടിയുടെ വീതി കൂട്ടണം. വെള്ളമില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൂടി അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങീ പറയുന്ന പോലെ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഒരു മിനിറ്റ്, ശൗചാലയങ്ങൾ ശരി, ശൗചാലയങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ അത് ഈ വനഭാഗത്ത് മാത്രമേ വനഭാഗത്ത് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണോ അങ്ങ് പറയുന്നത്? സാധ്യമാവുള്ളൂ. പിന്നെ ശൗചാലയത്തിന് എണ്ണം വർദ്ധിക്കുമ്പോൾ ആ ശൗചാലയത്തിൽ വീഴുന്ന ശൗച വസ്തുക്കളുണ്ടല്ലോ, അത് ഡിസ്പോസ് ചെയ്യുന്ന എവിടെ ഡിസ്പോസ് ചെയ്യും? പമ്പയാറ്റി ഒഴുക്കി വിടാൻ പറ്റുമോ? ഭക്തർ കുളിക്കുന്ന പമ്പയാറ്റി ഇറക്കി വിടാൻ പറ്റുമോ? അത് ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അത് ദൂരെ കൊണ്ടുപോയി സംരക്ഷിക്കുകയോ ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കുകയോ ചെയ്യണം. ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഒരു 25 ഏക്കർ സ്ഥലം വേണം. അത് ഗവൺമെന്റ് തരുമോ? കേന്ദ്ര ഗവൺമെന്റ് തരുമോ ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കാൻ?